നാടിന്റെ മുക്കിലും മൂലയിലുമെല്ലാം ലഹരി വ്യാപകമാവുകയാണ്. മുമ്പ് കഞ്ചാവായിരുന്നുവെങ്കിൽ ഇന്ന് യുവാക്കളുടെ മനസ്സുകളെ ഹരം പിടിപ്പിക്കുന്നത് MDMA ആണ്. അത് മെത്താംഫെറ്റമിനും ആംഫെറ്റമിനും കെറ്റമിനുമായി പല ഗണങ്ങളിലായുണ്ട്. LSDയും NSAയും ബ്രൗൺ ഷുഗറും എല്ലാം അതിന്റെ പല ഭാഗങ്ങളിലും മാത്രം. നേരത്തെ ഉണ്ടായതുപോലെയല്ല. ഇതിന് അടിമപ്പെടുന്നവർ പിന്നീട് അതിൽ നിന്ന് വിമോചിതരാകുന്നില്ല എന്നതാണ് സമൂഹത്തിനെ ബാധിച്ച ഏറ്റവും വലിയ ദൂഷ്യ വിപത്ത്. അപൂർവമായിട്ട് ആളുകൾ മാത്രമാണ് MDMA പോലുള്ള സിന്തറ്റിക് ലഹരികൾക്ക് അടിമയായതിനു ശേഷം പിന്നീട് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഏതാ ഒന്ന് കാണിച്ചേരി. എനിക്ക് ഇനി തന്നെ പറഞ്ഞ ഹലോ എന്റെ മോൻ്റെ ഒരു കാര്യം മോനെ എന്റെ മോനെ എന്ത് കജ്ജലഞ്ഞി കരയുന്നേ അറിഞ്ഞൂടെ ഇവിടെ ഉമ്മ ഒറ്റ കഴിയൂന്ന് എന്റെ കജ്ജലും പിടിച്ചൊന്നും കാണാൻ ഇല്ലാണ്ടായിപ്പോയല്ലോ എന്റെ മോനെ. അതിനുള്ള ഭാഗ്യം പഠിച്ച കൊടുത്തില്ലല്ലോ എന്റെ മോന് മുഹമ്മദ് സുഹൈൽ പേരുണ്ടെന്ന് പറഞ്ഞിട്ട് പേര് പിടിക്കുകയും വകയില്ലാണ്ടായിപ്പോയല്ലോ. എന്തെല്ലാം സൂര്യനും മനസ്സിലായി എന്റെ ഒരു ദീനിയായിട്ട് വളർത്തണം. എല്ലാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ മോനും എനക്കും സ്നേഹം ഇല്ലാണ്ടായി. അച്ഛൻ അത്തിരി അമ്മക്ക് തന്നിട്ടുള്ളു. എന്റെ മോനും പറഞ്ഞാല് മന നല്ലോണം നോക്കണേ. നമുക്ക് വേറെ ആരും ഇല്ലാത്ത മോയെ അമ്മാനെ താരാട്ടി പാടിയിട്ട് വേഗമൊക്കെ ഉറങ്ങണേ. വേഗം ഉറങ്ങിയനെ. നമുക്ക് ഒരുപാട് പണിയുണ്ട്. ഇനി എത്ര കാലായി അങ്ങോട്ടെല്ലാം വന്നിട്ട്. എന്റെ മോളെ സങ്കടം ഒരു നാളും തീരൂലാതെ. അതിനൊക്കെ ഇത്തിരി സമയം കിട്ടണ്ട ഉപ്പാ. ഇവിടെ സുബൈ നിസ്കാരം തുടങ്ങിയാ പിന്നെ ഇശാ നിസ്കരിക്കുന്നവരെ ബാക്കി നടു നിർത്തുന്ന നേരമില്ല. പോരാത്തനാണ് ഇവന്റെ കച്ചലും പിടിച്ചലും. ഒന്ന് കണ്ടങ്ങാ തെറ്റിക്കുന്ന നേരം ഇപ്പം ബാക്കിലൊക്കെ പോനാല ഉണ്ടാവുക. ആ പോക്കറാജിന്റെ അവിടെ ഒന്ന് അടിച്ചു വരുത്തോടിച്ചു കൊടുക്കുക. എത്ര ദിവസം ഉപ്പാന്റെ പിടിക്കുന്നത് അതൊക്കെ പോവാനാന്നുണ്ടാ ഒന്നേയും നേരം. ആ എപ്പെങ്കിലും പഠിച്ച ഓർമ്മ തന്നെയായിരിക്കും. എടാ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? എടാ എനിക്കിന്ന് സെമിനാറാ, ഒരുപാട് പഠിക്കാനുണ്ട്. ഹായ് വിഷ്ണു. ഹായ് ബ്രോ. പുതിയ ചെക്ക് അവൻ പഠിപ്പിച്ച എന്ത് പഠിപ്പിച്ചടാ? മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർക്ക് ഇത് ഉപയോഗിച്ചാ പഠിക്കുന്നത്. ഇതൊക്കെ ഉപയോഗിച്ചാലേ പഠിപ്പിനൊക്കെ ഒരു ബോധം വരൂ. എടാ നമ്മുടെ ചങ്ക് വന്നേ, മൊണാലിസ. ഹായ് ബ്രോ. ഹായ്. കുന്താണ് വായിക്കണേ. ഹലോ ഹലോ
അല്ല സുഹേലേ. ഹലോ, നിനക്ക് ചെവിയും കേൾക്കുന്നില്ല? അല്ല മോനെ, ഇനി എത്ര ദിവസമായി എന്നെ വിളിച്ചിട്ട് കൂറ്റൊന്ന് കേക്കണ്ടിട്ട് ഞാൻ ദിവസം 3-4 മണി വിളിക്കുന്ന ഇങ്ങല്ലേ ഇത് എത്തിരാ 25,000 റുപ്യ. നീ എന്നാ സുഹൈലേ പറയുന്നേ? എന്താ മോനെ, കഴിഞ്ഞ ആഴ്ചയല്ലേ എനിക്ക് 25,000 റുപ്യ ആടിനെ വിറ്റിട്ട് ഞാൻ അയച്ചു തന്നെ. എനിക്ക് നിങ്ങൾ ആടിനെ വിറ്റുമല്ല പായിനെ വിറ്റുമല്ല, നീ എനിക്ക് പൈസ അയച്ചു തരണം. ഇതെന്തിനാ ഇപ്പൊ? എന്ത് റബ്ബേ, ആവൂല മോനെ, നമുക്ക് ഈ പൈസ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് തിരിക്കില്ല, നീ എനിക്ക് പൈസ അയച്ചിക്കാം. ഞാനിതെടുത്ത് എനിക്ക് അയച്ചു തരട്ടെ. എപ്പം ചോദിച്ചാൽ ഉപ്പയില്ല ബാക്കിയൊന്നും പൈസ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം അയച്ചുകൂടാത്തെ. എല്ലാവരും അതുപോലെ തന്നെ അയക്കുന്നത്, നിനക്ക് മാത്രമല്ല പ്രത്യേകത. എപ്പം പറഞ്ഞു പല ആയിരം പറഞ്ഞു നടക്കും. നാളെ കെട്ടിട്ടോ നാട്ടുകാർ അരുതരുത് ക്രൂരത സ്ത്രീയോടരുതരുത്, അവൾ നിന്റെ മകളാണ്, അമ്മയും സോദരിയും. നരജീവിതത്തിൻ മഹത്വം നിനയ്ക്കാതെ മൃഗസാമ്യ ചിത്രം. നമുക്ക് ചുറ്റും ലഹരി പ്രലോഭനങ്ങളുടെ വേട്ട നായ്ക്കൾ അലയുന്നുണ്ട്. നമുക്ക് ജാഗ്രത പാലിക്കാം. നിന്നെ ചുമന്നൊരു ഗർഭപാത്ര